ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ആണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കുട്ടികൾക്കിടയിൽ ധാരാളമായി മംസ് കേസുകൾ കൂടി വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പേരൻസ് സാധാരണമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട്, ഈ മംസ് എന്ന് പറയുന്ന അസുഖം കുട്ടികൾക്ക് വന്നാൽ അതിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം എന്നുള്ളതാണ്. ന്യൂറോളജിക്കലായിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് മംസ് അഥവാ പെറോട്ടൈറ്റിസ് അഥവാ മുണ്ടുനീര് എന്ന് പറയുന്ന അസുഖം. അത് തലച്ചോറിനെയും തലച്ചോറിന്റെ ആവരണത്തെയും ബാധിച്ച് മെനിഞ്ചൈറ്റിസ്, അതേപോലെ തന്നെ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നീ രണ്ട് പ്രധാനപ്പെട്ട സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അസുഖമാണ്. അതേപോലെ തന്നെ ചെവിയുടെ ഞരമ്പുകളെ ബാധിക്കുന്ന സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, അതൊരു പക്ഷേ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ഒരു കേൾവിക്കുറവ് ആകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഞരമ്പുകളെ ബാധിച്ച് ഫേഷ്യൽ പാൽസി, അതായത് മുഖത്തിന്റെ ഒരു വശം കോടുന്ന ഒരു അവസ്ഥ, അതേപോലെ തന്നെ അപസ്മാരം, ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് മംസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു പ്രധാന ചോദ്യം, എന്തുകൊണ്ടാണ് ഈ കേസുകൾ ഈയിടെയായിട്ട് ഒരുപാട് കൂടുന്നത് എന്നാണ്. അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ മംസിനുള്ള കവറേജ് നമ്മൾ കൊടുത്തിരുന്നു. ആ വാക്സിന്റെ പേര് MMR എന്നായിരുന്നു. പിന്നീട് 2016 മുതൽ ആ മംസിന്റെ ഒരു കമ്പോണന്റ് എടുത്ത് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് വാക്സിനേഷൻ ഷെഡ്യൂളിൽ കൊടുക്കുന്ന വാക്സിനിൽ മംസിന്റെ കവറേജ് ഇല്ല. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം മംസ് കേസുകൾ ഇപ്പോൾ ധാരാളമായി കൂടുന്നത്. രണ്ടാമതായിട്ട്, മംസ് വന്ന ഒരു രോഗിക്ക് ഒരു 3 ആഴ്ചയെങ്കിലും പൂർണ്ണമായി റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ള ആൾക്കാരിലേക്ക് പടരാതിരിക്കാൻ സഹായിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും കുട്ടികളെ അസുഖം പൂർണ്ണമായി മാറുന്നതിന് മുമ്പ് സ്കൂളിലേക്കും മറ്റും വിടുന്നത് കൊണ്ട് മറ്റു കുട്ടികളിലേക്കുള്ള സ്പ്രെഡ് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമതായിട്ട്, എങ്ങനെ ഈ ഒരു അസുഖം പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ്. അത് പ്രിവെന്റ് ചെയ്യാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അതിൻ്റെ വാക്സിനാണ്. മുമ്പ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന MMR എന്ന് പറയുന്ന വാക്സിൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പ്രൈവറ്റ് ക്ലിനിക്സിലും ഒക്കെ അവൈലബിൾ ആണ്. അത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ റേറ്റ് വളരെ ഒരു ഗണ്യമായ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. അതൊരു 3 ഷെഡ്യൂൾ വാക്സിനാണ്. ഒന്നാമത്തത് 9 മാസത്തിലാണ് വരുന്നത്, രണ്ടാമത്തത് ഒരു 15 മുതൽ 18 മാസത്തിനിടയ്ക്കാണ്, മൂന്നാമത്തത് 4 മുതൽ 5 വയസ്സിന് വരെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ മംസ് വരാതെയും അതിൻ്റെ ഒരു സ്പ്രെഡ് കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. താങ്ക് യു.